ഉറിയിൽ 10 വീടുകൾ തകർന്നു. അതെ, വാസയോഗ്യമല്ല, ഇനി അവിടെ താമസിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഉറിയിൽ വീടുകൾ തകർന്നത്. ഇത് ബരാമുളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മാതൃഭൂമിയുടെ ടീം ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിനായി ബി ബാലഗോപാലും ജഗദീഷ് ബിഷ്ടും തുടരുന്നുണ്ട്. പൂഞ്ചിൽ ഓരോ സമയത്തെയും കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരെ അതിന്റെ ഏറ്റവും ആധികാരികതയോടുകൂടി അറിയിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ കാണുന്നതൊക്കെ തകർന്ന വീടുകളുടെ ദൃശ്യങ്ങളാണ്. കനത്ത ഷെല്ലിംഗ് ആണ് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് നടത്തിയത്. അതിർത്തിയല്ല, നിയന്ത്രണ രേഖയാണ്. സിംല കരാർ അനുസരിച്ചുള്ള നിയന്ത്രണ രേഖ. ആ LOCയുടെ അപ്പുറത്തു നിന്ന് പാകിസ്ഥാൻ നടത്തിയ ഇന്ത്യക്ക് നേരെ നടന്ന വ്യോമാക്രമണ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാൻ അവിടുത്തെ സാധാരണ പൗരന്മാർക്ക് നേരെ, കശ്മീരിലെ സാധാരണ പൗരന്മാർക്ക് നേരെ തിരിയുകയായിരുന്നു. ഉറി, പൂഞ്ച്, നൌഷേര അങ്ങനെ കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിഭീകരമായ ഷെല്ലിംഗ് ആണ് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്ന് നടത്തിയത്. രജൌരി, ഉറി, പൂഞ്ച് അടക്കമുള്ള മേഖലകളിൽ നേരത്തെ തന്നെ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് നമ്മൾ ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആൾനാശം, സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായ സംഭവങ്ങൾ കുറവായിരിക്കാം. അക്കാര്യങ്ങളൊന്നും ഔദ്യോഗികമായ ഒരു കണക്കും വരാത്തതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിലും വളരെ മുന്നൊരുക്കം നമ്മൾ നടത്തിയിരുന്നു. നേരത്തെ പാക് പ്രകോപനത്തിന് പിന്നാലെ പലയിടത്തും വീടുകൾ പരിപൂർണമായി തകർന്നുപോയി. ഇപ്പോൾ ചണ്ഡീഗഡിൽ നിന്നുള്ള വിഷ്വലുകളാണ് ഈ കാണുന്നത്. ചണ്ഡീഗഡിൽ ഇന്ന് രാവിലെ 45 മിനിറ്റ് മുമ്പാണ് ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേഷൻ ഈ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. എയർ വാർണിംഗ് ഇഷ്യൂ ചെയ്തു. ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേഷന്റെ ട്വീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവരും ഉള്ളിൽ റൂമുകൾക്കുള്ളിൽ, നേരത്തെ ബാലു പറഞ്ഞതുപോലെ റൂമുകൾക്ക് അകത്ത് ഇരിക്കുക. എയർ വാർണിംഗ് സൈറനുകൾ മുഴങ്ങി. അതായത് ചണ്ഡീഗഡിൽ ഒരു വ്യോമാക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് സൈറനുകൾ മുഴങ്ങിയത്. DC ചണ്ഡീഗഡ്, അതായത് ജില്ലാ ഭരണകൂടം, ചണ്ഡീഗഡ് ജില്ലാ ഭരണകൂടം എല്ലാ പൗരന്മാരോടും വീടുകൾക്കകത്ത് തുടരണം എന്ന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അതിന്റെ സൈറൻ മുഴങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേഷൻ 3/4 മണിക്കൂർ മുമ്പാണ് ഈ അഡ്വൈസറി നൽകിയത്. അതായത് ഇന്ന് ഏതാണ്ട് 9 മണിക്ക് ശേഷവും ചണ്ഡീഗഡിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതായത് പാകിസ്ഥാൻ വീണ്ടും വ്യോമാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ചണ്ഡീഗഡിലാണ്. ഈ കാണുന്ന ദൃശ്യങ്ങൾ ചണ്ഡീഗഡിലേതാണ്. നമ്മുടെ സിസ്റ്റംസ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ വെല്ലുവിളിയെ അതിജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തകർക്കാൻ നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും ആക്രമണ പ്രതിരോധ സംവിധാനങ്ങൾക്കും കഴിയുന്നുമുണ്ട്. അതേസമയം തന്നെ നിരവധി വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ PIB ഒക്കെ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് അല്പം മുമ്പ് PIB ഫാക്ട് ചെക്ക് വിഭാഗം അയച്ച ഒരു മെസ്സേജാണ്. ഖാസ്റ പോർട്ട്, അത് ഗുജറാത്തിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന പേരിൽ വ്യാജമായി ഒരു വീഡിയോ പ്രചരിക്കുന്നത് 2021 ജൂലൈ 7-നുള്ള മറ്റൊരു ടാങ്കർ എക്സ്പ്ലോഷന്റെ വീഡിയോ ആയിരുന്നു എന്നതാണ്. അതിനൊപ്പം തന്നെ ജമ്മു കശ്മീരിലെ എയർഫോഴ്സ് ബേസ് ആക്രമിക്കപ്പെട്ടു എന്ന പേരിലെ ഒരു ദൃശ്യം പ്രചരിക്കുന്നുണ്ട്. ഇത് 2021 ഓഗസ്റ്റിലെ കാബൂൾ എയർപോർട്ടിന് സമീപത്തുണ്ടായ സ്ഫോടനം. ഇങ്ങനെ വ്യാജ അക്കൗണ്ടുകളിൽ, വിവിധ എക്സ് അക്കൗണ്ടുകൾ വഴി പലതരത്തിലുള്ള വ്യാജങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഔദ്യോഗിക വിവരങ്ങൾക്ക് മാത്രം കാതോർക്കുക. ഇത് നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സുരക്ഷാ വെല്ലുവിളിയാണ്.